ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വിവിധ രാജ്യങ്ങളോട് വ്യക്തമാക്കുന്നതിന് 7 പ്രതിനിധി സംഘങ്ങളെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര പഠനത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന സർക്കാർ നയം പൂർണ്ണമാകാൻ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ ഇടപെടൽ അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് തുടക്കം. അമിത രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് 7 പ്രതിനിധി സംഘം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഈ മാസം അവസാനമാണ് സന്ദർശനം. കോൺഗ്രസ് നേതാവ് ശശി തരൂർ, BJPയുടെ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, JDUവിന്റെ സഞ്ജയ് കുമാർ ഝാ, DMK അംഗം കനിമൊഴി കരുണാനിധി, NCP അംഗം സുപ്രിയ സുലെ, ശിവസേനയുടെ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എന്നിവർ ഓരോ പ്രതിനിധി സംഘത്തെ നയിക്കും. ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങൾ, മുതിർന്ന നയതന്ത്രജ്ഞർ തുടങ്ങിയവർ ഓരോ പ്രതിനിധി സംഘത്തിലും ഉണ്ടാകും. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ സന്ദേശം ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതി അംഗങ്ങളെ ഉൾപ്പെടെ അറിയിക്കുകയാണ് ലക്ഷ്യം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മേഖലയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലെ പ്രൊഫഷണലുകളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പഠന വിഷയങ്ങൾ മാത്രമായല്ല കാണേണ്ടത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയെയും മെച്ചപ്പെടുത്താനുള്ള ഉപാധി കൂടിയായി ശാസ്ത്ര സാങ്കേതിക മേഖലകളെ കാണേണ്ടതുണ്ട്. ഈ മേഖലയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നാണ് വസ്തുത. ഓരോ സെക്കൻഡിലും ശാസ്ത്ര ഗവേഷണവും സാങ്കേതിക വിദ്യയും വികസിക്കുന്ന കാലമാണിത്. അവയെ അനുനിമിഷം നമ്മുടെ നാടിൻ്റെ വൈജ്ഞാനിക ശൃംഖലയുമായി കൂട്ടിച്ചേർക്കാൻ കഴിയേണ്ടതുണ്ട്. ശാസ്ത്ര പഠനത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. സർക്കാർ തലത്തിലുള്ള പ്രവർത്തനം കൊണ്ട് മാത്രം ഈ മുന്നേറ്റം പൂർണ്ണമാകില്ലെന്നും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ ഇടപെടൽ കൂടി അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് തുടക്കമാവും. ഈ മാസം 23 വരെയാണ് പ്രദർശന വിപണന മേള. പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള വൈകിട്ട് മറൈൻ ഡ്രൈവിൽ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 23 വരെ നീളുന്ന മേളയിൽ 276-ലധികം സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മലപ്പുറത്തിറങ്ങിയ നരഭോജി കടുവയെ പിടികൂടാൻ ശ്രമം ഊർജിതമാക്കി വനം വകുപ്പ്. ഇതിനായി അടയ്ക്കാക്കുണ്ടിൽ 2 ക്യാമ്പുകൾ ആരംഭിച്ചു. ഉദ്യോഗസ്ഥർക്കായി ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കുങ്കിയാനകൾക്കും അനുബന്ധ ജോലിക്കാർക്കും പാറശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലുമാണ് ക്യാമ്പ് ഒരുക്കിയത്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഉടൻ നടപടി ആരംഭിക്കാനാണ് പ്രദേശത്ത് തന്നെ സൗകര്യമൊരുക്കിയത്. ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. അമിത രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. രക്താതിമർദ്ദം ഹൃദയാരോഗ്യത്തെയും തലച്ചോറിനെയും വൃക്കകളുടെ പ്രവർത്തനത്തെയും ബാധിക്കും. വൃക്കരോഗമുള്ളവർക്ക് രക്താതിമർദ്ദം വൃക്കരോഗത്തിനും കാരണമാകാം എന്നതാണ് ഇതിലെ സങ്കീർണത. പ്രശസ്ത നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സതീഷ് ബാലൻ ആകാശവാണി വാർത്തകളോട്. കൂടിയ രക്തസമ്മർദ്ദമാണെങ്കിൽ അത് വൃക്കകളെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല പല വൃക്ക രോഗങ്ങളിൽ ബ്ലഡ് പ്രഷർ കൂടും. ആ കൂടിയ രക്തസമ്മർദ്ദം കാണും ബാക്കിയുള്ള അവയവങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ 2 രീതിയിൽ അഫക്ട് ചെയ്യാം. കൂടിയ രക്തസമ്മർദ്ദം കാരണം വൃക്കയ്ക്ക് അസുഖം വരാം, വൃക്ക അസുഖം കാരണം രക്തസമ്മർദ്ദം കൂടാം. ഇത് രണ്ടും നമുക്ക് വളരെ പ്രാബല്യമായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ രക്തസമ്മർദ്ദം ഡോക്ടറിനെ കണ്ടിട്ട് മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ച് അത് റെഗുലറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം.
ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിൽ എത്തില്ല എന്ന ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി അബ്ദുറഹിമാൻ. സ്പോൺസർ കമ്പനി പണം നൽകാത്തതിനാൽ മെസ്സി എത്തില്ല എന്നുള്ള ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സ്പോൺസർമാർ പണം നൽകുമെന്നും മെസ്സി കേരളത്തിൽ എത്തുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി പൂർത്തിയാക്കിയ സൈന്യത്തെ ആദരിക്കുന്നതിനായി ഇന്നലെ കൊച്ചി, കോഴിക്കോട്, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. മുൻ സൈനികരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ളവർ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായ കൊച്ചി സ്വദേശി N രാമചന്ദ്രന്റെ ഭാര്യയും മകനും കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് മുൻ MLA A പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് ഇറക്കി. കണ്ണൂർ കോർപ്പറേഷനെയും ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിനെയും വേർതിരിക്കുന്ന ചാലത്തോടിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന് ഇന്ന് തുടക്കമാകും. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തോടിനെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്ന് വൈകിട്ട് 7 മണിക്ക് 5 ഇടങ്ങളിലായി ദീപം തെളിയിക്കൽ നടക്കും. മിംസ് ആശുപത്രി പരിസരം, ചാലാപ്പാലം, തട്ടാങ്കുനിപ്പള്ളി, മണിയലംചിറ, കോഴിയോട്, പുഞ്ചിരിമുക്ക് എന്നിവിടങ്ങളിലാണ് ദീപം തെളിയിക്കുക. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ കോമത്ത് കുന്നുംപുറത്ത് നിന്ന് ആരംഭിച്ച് 8 കിലോമീറ്റർ ഒഴുകി നടാൽ പുഴയിലാണ് ചാലത്തോട് ചേരുന്നത്. തോടിന്റെ ഇരുകരകളിലെയും കർഷകർ കൃഷിക്കായി ആശ്രയിക്കുന്നത് ഈ തോട്ടിലെ വെള്ളമാണ്. ചാലാപാലത്തിന് സമീപം നാളെ രാവിലെ 6:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. 2000-ഓളം പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് കണ്ടക്ടറെ ഡ്രൈവർ കുത്തി പരിക്കേൽപ്പിച്ചു. കണ്ടക്ടർ വിനോജിനാണ് കുത്തേറ്റത്. വിനോജിനെ കുത്തിയ ഡ്രൈവർ ബാബുരാജിനെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ചെത്തിയ ബാബുരാജിനെ ബസ് ഓടിക്കാൻ അനുവദിക്കാത്തതാണ് ആക്രമിക്കാൻ കാരണം. പരിക്കേറ്റ വിനോജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 20 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ മുന്നൊരുക്കം അടിയന്തരമായി പൂർത്തിയാക്കാൻ ഉന്നതതല യോഗ തീരുമാനം. ഈ മാസം 20-നകം ജില്ലാതലത്തിൽ യോഗം ചേർന്ന് മഴക്കാല ദുരന്ത സാധ്യതകളെ നേരിടാൻ പ്രാദേശിക കർമ്മപദ്ധതി തയ്യാറാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന IPL ക്രിക്കറ്റ് മത്സരങ്ങൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ഇന്നത്തെ മത്സരം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളി ആരംഭിക്കും. ദോഹ ഡയമണ്ട് ലീഗ് പുരുഷ ജാവലിൻ ത്രോയിൽ റെക്കോർഡ് ദൂരമെറിഞ്ഞ് 2ാം സ്ഥാനം നേടിയ നീരജ് ചോപ്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അചഞ്ചലമായ സമർപ്പണത്തിന്റെയും അച്ചടക്കത്തിന്റെയും അഭിനിവേശത്തിന്റെയും ഫലമാണ് ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ നേട്ടത്തിൽ രാജ്യം വളരെയധികം അഭിമാനിക്കുന്നുവെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. റെക്കോർഡോടെ 90.23 മീറ്റർ ദൂരം ജാവലിൻ എറിഞ്ഞെങ്കിലും 91.06 മീറ്റർ എറിഞ്ഞ് ജർമ്മനിയുടെ ജൂലിയൻ വെബർ നീരജിനെ മറികടന്നു. ഇന്ന് അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെയും 1865 ആദ്യത്തെ ഇന്റർനാഷണൽ ടെലിഗ്രാഫ് കൺവെൻഷൻ ഒപ്പുവച്ചതിന്റെയും ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഈ ദിവസം ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായി ആചരിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അരുണാചൽ പ്രദേശിൽ ഇന്നലെ നടന്ന സാഫ് അണ്ടർ-19 ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ മാലദ്വീപിനെ 3-0 എന്ന സ്കോറിൽ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിലേക്ക് കടന്നു. നേരത്തെ സെമി ഫൈനലിൽ നേപ്പാളിനെതിരെ 2-1 തോൽപ്പിച്ച് ബംഗ്ലാദേശും ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. നാളെ നടക്കുന്ന അവസാന മത്സരത്തിൽ ആതിഥേയരായ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8,720 രൂപയും പവന് 69,760 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വിവിധ രാജ്യങ്ങളോട് വ്യക്തമാക്കുന്നതിന് 7 പ്രതിനിധി സംഘങ്ങളെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര പഠനത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന സർക്കാർ നയം പൂർണ്ണമാകാൻ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ ഇടപെടൽ അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് തുടക്കം. അമിത രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.